വടകരയിൽ ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വി.ഡി. സതീശനൊപ്പം. ഇന്നലെ വടകരയിൽ നടന്ന സതീശൻ അനുകൂല പ്രകടനത്തിന് ബഹുഭൂരിപക്ഷം നേതാക്കളും മനസ്സുകൊണ്ട് പിന്തുണ അറിയിച്ചുവെന്ന് യു.ഡി.എഫ് വടകര മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പി.എസ്. രഞ്ജിത് കുമാർ പറഞ്ഞു. ഇന്നലെ വടകരയിൽ നടന്ന വി.എസ്. അനുകൂല പ്രകടനത്തിൽ നൂറുകണക്കിന് യു.ഡി.എഫ് പ്രവർത്തകരാണ് പങ്കെടുത്തത്. ഇത് വി.ഡി. സതീശനെ അനുകൂലിക്കുന്ന നേതാക്കൾക്ക് ഏറെ ആവേശം പകർന്നു. വടകരയിലെ മിക്ക സജീവ കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രകടനത്തിൽ അണിനിരന്നിരുന്നു. ഇതോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായി വടകരയിലെ പ്രമുഖ നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. ഇവർ പ്രകടനത്തിന് പങ്കെടുത്തില്ലെങ്കിലും അണികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. വടകരയിലെ പൊതുജനങ്ങളുടെ വികാരം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാക്കണമെന്നാണെന്ന് യു.ഡി.എഫ് വടകര മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പി.എസ്. രഞ്ജിത് കുമാർ പറഞ്ഞു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ പല ഭാഗങ്ങളിലും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ള പ്രതികരണം പ്രവർത്തകന്മാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വടകരയിലെ യു.ഡി.എഫിൻ്റെ പ്രവർത്തകന്മാർ, യു.ഡി.എഫിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന വലിയ ഒരു പ്രകടനം വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നലെ വടകരയിൽ നാം കണ്ടിട്ടുള്ളത്. വടകരയിലെ യു.ഡി.എഫിൻ്റെ നേതാക്കന്മാരുടെ പൂർണ്ണ മാനസികമായ സമ്മതം ഇന്നലത്തെ പ്രകടനത്തിന് ഉണ്ടായിരുന്നു എന്ന വസ്തുത ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആവണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്? പ്രിയങ്കരിയായ സോണിയാജി കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശനെ നിയോഗിച്ചപ്പോൾ വി.ഡി. സതീശൻ സോണിയാജിക്ക് ഒരു ഉത്തരം നൽകിയിരുന്നു. കേരളത്തിലെ തകർന്നു പോയിട്ടുള്ള കോൺഗ്രസിനെയും യു.ഡി.എഫിനെയും കേരളത്തിൽ ഭരണത്തിൽ ഏറ്റും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യമായി തൃക്കാക്കരയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസിൻ്റെ മൺമറഞ്ഞു പോയ പി.ടി. തോമസിന് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ തോമസിന് വാങ്ങിക്കൊടുക്കുന്നതിൽ വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയ നിലപാട് കേരളീയ സമൂഹം അംഗീകരിച്ചു, തൃക്കാക്കരയിലെ ജനങ്ങൾ അംഗീകരിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മൺമറഞ്ഞു പോയ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിക്ക് 9,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മന് ലഭിച്ചത് 33,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം. അതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ 3,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചപ്പോൾ 17,000-ത്തിലേറെ ഭൂരിപക്ഷത്തിന് അവിടെ മത്സരിച്ച രാഹുൽ മാക്കൂട്ടം വിജയിച്ചു. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ LDF ജയിച്ച മണ്ഡലം ആര്യാടൻ ഷൗക്കത്തിലൂടെ യു.ഡി.എഫ് പിടിച്ചെടുത്തത് വി.ഡി. സതീശൻ എടുത്തിട്ടുള്ള നിലപാടിൻ്റെ ഉറച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി യു.ഡി.എഫിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് വി.ഡി. സതീശനാണ്. അതിന് ശേഷം നടന്നിട്ടുള്ള പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു ഭൂരിപക്ഷം കേരളത്തിൽ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചത് പ്രിയങ്കരനായ വി.ഡി. സതീശന്റെ നിലപാടിന്റെ ഭാഗമാണ്. കേരളത്തിൽ ഇന്നലെ വരെ നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ് കേരളത്തിലെ 14 ജില്ലകളിലും. ഒരിക്കൽ പോലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം എന്നും ഇടതുപക്ഷത്തോടൊപ്പം ജനങ്ങളെ യു.ഡി.എഫിൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ ശ്രീ വി.ഡി. നടത്തിയ കാര്യങ്ങൾ അത് കേരളീയ സമൂഹം മറന്നിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വി.ഡി. ഉയർത്തിയ രാഷ്ട്രീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേരളീയ സമൂഹം ഇന്ന് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സാമുദായിക നേതാക്കന്മാരുടെയും ഇടയിൽ പോയി വോട്ട് ചെയ്യണം, സാമുദായിക നേതാക്കന്മാരെയൊക്കെ അതിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഉറച്ച ഒരു മതേതര നിലപാട്, പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും
അത് കേരളീയ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളംബരമായി കേരളീയ സമൂഹം അതിനെ നോക്കിക്കാണും. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശന്റെ ഈ നിലപാടിന്റെ രാജകുമാരനാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെയാണ്